ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രിയപ്പെട്ട കുട്ടികളെ, 5ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാമിയിലെ 2ാമത്തെ പാഠം ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ, ശുദ്ധിയില്ലാതെ നീ മുസഫ് തൊടരുത്, അതാണ് അതിൻ്റെ അർത്ഥം. ആ പാഠത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പാഠത്തിൽ പറയുന്നത് ചെറിയ അശുദ്ധി ഉള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങളും വലിയ അശുദ്ധി ഉള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങളുമാണ്. ചെറിയ അശുദ്ധി ഉള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ വലിയ അശുദ്ധി ഉള്ളവർ, ജനാബത്തുള്ളവർ, അവർക്ക് ഹറാമാകുന്ന കാര്യങ്ങളും, ഹൈള് നിഫാസ് ഉള്ള സ്ത്രീകൾക്ക് ഹറാമാകുന്ന കാര്യങ്ങളും വേറെ 2 കോളത്തിലായി തന്നിട്ടുണ്ട്. വലിയ അശുദ്ധിനെ 2 കോളത്തിലായി തന്നിട്ടുണ്ട്. ജനാബത്തുള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങളും ഹൈള് നിഫാസ് ഉള്ളവർക്ക് ഹറാമാകുന്ന, അത് നന്നായി പഠിക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ തദ്രിവാത്ത് നോക്കാം. 1 നുജിബ്. 1 ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ ഏതെല്ലാം? നിസ്കാരം, ത്വവാഫ്, സുജൂദ്, ജുമുഅ, ഖുത്ബ, മുസഫ് തൊടൽ, മുസഫ് എടുക്കൽ. മുസഫ് തൊടലും മുസഫ് എടുക്കലും, അതാണ് അതിൻ്റെ ഉത്തരം. ചെറിയ അശുദ്ധി എന്നാൽ ഉളു ഇല്ലാത്തവർക്ക്, അവർക്ക് ഹറാമായ കാര്യങ്ങളാണ് ഇതെല്ലാം. 2 ജനാബത്തുള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ ഏതെല്ലാം? അതിൻ്റെ ഉത്തരം നിസ്കാരം, ത്വവാഫ്, സുജൂദ്, ജുമുഅ, ഖുത്ബ, മുസഫ് തൊടൽ, മുസഫ് എടുക്കൽ, ഖുർആൻ പാരായണം, മസ്ജിദിൽ നിലകൊള്ളുക. ജനാബത്തുള്ളവർക്ക് ഈ കാര്യങ്ങൾ ഹറാമാകും. 3 ഹൈള് നിഫാസ് ഉള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ ഏതെല്ലാം? അതിൻ്റെ ഉത്തരം നിസ്കാരം, ത്വവാഫ്, സുജൂദ്, മുസഫ് തൊടൽ, മുസഫ് എടുക്കൽ, ഖുർആൻ പാരായണം, നോമ്പ്. സ്ത്രീകൾക്കാണിത് ഹൈള് നിഫാസ്, അതുകൊണ്ട് ഈ കാര്യങ്ങൾ അവർക്ക് ഹറാമാകും. 4ാമത്തെ കുളിയുടെ നിയ്യത്ത് എഴുതുക. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു, അതാണ് കുളിയുടെ നിയ്യത്ത്. 5 കുളിക്കുമ്പോൾ എവിടെയെല്ലാം വെള്ളം ഒഴുക്കണം? ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളിലും, അതാണ് അതിൻ്റെ ആൻസർ, ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളിലും. 6ാമത്തെ ആരാണ് വലിയ അശുദ്ധിക്കാർ? അതിൻ്റെ ഉത്തരം ഇന്ദ്രിയം സ്ഖലിക്കുക, സംഭോഗം ചെയ്യുക, ഹൈളുണ്ടാവുക, നിഫാസ് ഉണ്ടാവുക എന്നീ കാര്യങ്ങൾ ഉള്ളവർ. അടുത്തത് നക്തുബ് എഴുതുക. അസ്സലാത്തു, അത് അതുപോലെ എഴുതുക. സുജൂദ്, മസ്സുൽ മുസഫ്, സൗമ്, അൽ മുക്സു ഫിൽ മസ്ജിദി, അത്വവാഫ്, ഖുത്ബത്തുൽ ജുമുഅ, ഖിറാഅത്തുൽ ഖുർആൻ, അൽ ജനാബത്തു, അത് അതുപോലെ നോക്കി എഴുതുക. 3ാമത്തെ നസ്ലു. 1 ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകും. 2 ജനാബത്തുള്ളവർക്ക് ഹറാമാകും. 3 ഹൈള് നിഫാസ് ഉള്ളവർക്ക് ഹറാമാകും. 1ാമത്തതിൻ്റെ ഉത്തരം സി ആണ്, നിസ്കാരം. ചെറിയ അശുദ്ധി ഉള്ളവർക്ക് ഹറാമാകും നിസ്കാരം. ജനാബത്തുള്ളവർക്ക് ഹറാമാകും എ പള്ളിയിൽ താമസിക്കൽ. 3 ഹൈള് നിഫാസ് ഉള്ളവർക്ക് ഹറാമാകും ബി നോമ്പ്. ഹൈള് നിഫാസ് ഉള്ളവർക്ക് നോമ്പ് ഹറാമാകും. ഈ പാഠത്തിൻ്റെ തദ്രിവാത്ത് ഇവിടെ അവസാനിക്കുന്നു. ഈ പാഠം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു.